വേളന്തൂർ രാജ്യത്തിന്റെ ഇടതൂങ്ങിയ കുന്നിന്റെ മുകളിൽ നിന്നാണ് മയൂഖി പ്രഭാതത്തെ നോക്കിക്കൊണ്ടിരുന്നത്. രാജകുമാരി എന്ന നിലയിലും ഒറ്റപ്പെടലിന്റെ മറവിലും അവളുടെ കണ്ണുകൾ പതിവായി ആരൊരാളെ തേടി നടക്കാറുണ്ടായിരുന്നു. മന്ത്രിമാരിൽ ഒരാളുടെ മകനായ വ്യാഴയെന്ന യുവാവിനെയാണ്. അവൻ സുന്ദരനല്ലായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന് ഒരു നിരാവശ്യമായ ശാന്തിയും സതതമായ കരുതലുമുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ പ്രണയം ഒരിക്കലും വെളിപ്പെടുത്തിയില്ല, കാരണം അവളൊരു രാജകുമാരിയായിരുന്നു. ഒറ്റപക്ഷ പ്രണയമെന്നത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഒരു പതിവായിരുന്നു. ഒരു വൈകുന്നേരം അവർ തമ്മിൽ മാത്രം ചെറിയൊരു സംഭാഷണം അരങ്ങേറി. അധികം വാക്കുകൾ ഇല്ല, എന്നാൽ അവളുടെ ചിരിയിൽ അവൻ തനിക്കുള്ള സ്ഥാനം കണ്ടുപിടിച്ചു. അതിനു പിന്നാലെ സംഭവിച്ചു അതിക്രമം. ഒരു കാട്ടുമൃഗം രാജകുമാരിയെ അകറ്റിക്കൊണ്ടുപോയി. എല്ലാവരും ഭയത്തിലും ദുഃഖത്തിലും ആയിരുന്നപ്പോഴാണ് വ്യാഴ മൗനത്തിൽ യാത്രയറിയിച്ചത്. ആരോടും ഒന്നും പറഞ്ഞില്ല, ഒരാൾ മാത്രമേ മനസ്സിലായുള്ളൂ, അവളെ അദ്ദേഹം ശരിക്കും സ്നേഹിക്കുന്നു. അവൻ പാതികളില്ലാത്ത കാടുകൾ കടന്ന് ഒടുവിൽ അവളെ കണ്ടെത്തി. കൂട്ടിരിപ്പില്ലാതെ നീളം കൂടിയ ശ്വാസം കൊണ്ട് ഇരുവരും പുറത്തിറങ്ങി. അവർ സംസാരിച്ചില്ല, പക്ഷേ ഒരേ മനസ്സായിരുന്നു. അവളെ വീണ്ടും കണ്ട രാജാവ് ആദ്യം ഞെട്ടിപ്പോയി, പിന്നീട് കൃതജ്ഞതയും സംശയവുമൊപ്പം അയാളിൽ ഒരു മറുവിശ്വാസം തെളിഞ്ഞു. മയൂഖി പിന്നീട് അച്ഛനോട് പറഞ്ഞു, അവൻ എന്നെ രക്ഷിച്ചതല്ല, അവൻ എന്നെ ഒരിക്കലും വിട്ടുനൽകിയിട്ടില്ല. ആ വാക്കുകൾക്കപ്പുറം പറയേണ്ടത് ഒന്നുമുണ്ടായിരുന്നില്ല. ആരും അവരുടെ പ്രണയം കയ്യടിയുമായി സ്വീകരിച്ചില്ല. പകരം ചെറിയൊരു വിവാഹം നിസാരമായി നഗരത്തിനപ്പുറം ഒരു കുന്നിന്മേൽ നടന്നു. വ്യാഴ അവളോട് അന്നേ ദിവസം മാത്രമേ സ്വന്തം സ്നേഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുള്ളൂ. അവളത് കേട്ടു പറഞ്ഞു, എനിക്ക് അതറിയാമായിരുന്നു, നീ പറഞ്ഞു കാണിക്കേണ്ടതില്ലായിരുന്നു.